എല്ലാ കൊല്ലവും മിഥുനമാസത്തിലെ 1-2 തീയതികളിൽ പടനിലത്ത് ഓച്ചിറക്കളിയുടെ ആരവങ്ങളാണ്. എല്ലാ വർഷവും മിഥുനമാസം 1-2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളിക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പ്രൗഢോജ്വലമായ തുടക്കം കുറിക്കുകയാണ്. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര ദേശങ്ങളിൽ നിന്നുള്ള 52 കരകളിൽ നിന്നും പ്രത്യേകം പരിശീലനം നേടിയ പോരാളികളാണ് പടനിലത്ത് അംഗം വെട്ടാനിറങ്ങുന്നത്. ഓച്ചിറക്കളിക്ക് 30 ദിവസം മുൻപ് വിവിധ കളരികളിൽ കളരി ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ വ്രതാനുഷ്ഠാനത്തോടെ കഠിനമായ പരിശീലനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇവർ പടനിലത്തേക്ക് എത്തുന്നത്. കളരിയിലെ ചുവടുകൾ തന്നെയാണ് ഓച്ചിറക്കളിയിലും പ്രയോഗിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അംഗംവെട്ട് ഇവിടെ നടന്നിരുന്നു. ഇത്തരത്തിൽ യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓച്ചിറക്കളി 1857 തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവറാവുവാണ് നിരോധിച്ചത്. പണ്ട് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറും കായംകുളവും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓച്ചിറക്കളി. പഴയ പടയാളികളെ അനുസ്മരിപ്പിക്കുന്ന വിധം വേഷവിധാനത്തോടെ കത്തിയും വടിയും വാളും പരിചയമെല്ലാം കയ്യിലേന്തി 100 കണക്കിന് ആളുകളാണ് വിവിധ കളിസംഘങ്ങളുടെ ഭാഗമായി പോർ വിളിക്കുന്നത്. വായ്ത്താരികളുടെയും ശംഖനാദങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. 8 കണ്ടത്തെ വലം വെച്ച ശേഷമാണ് കളരി ഗുരുക്കളും അഭ്യാസികളും പ്രധാനികളുമൊക്കെ അടങ്ങുന്ന ഘോഷയാത്ര കണ്ടത്തിലേക്ക് എത്തുന്നത്. മുട്ടോളം വെള്ളവും ചെളിയും നിറഞ്ഞ 8 കണ്ടത്തിൽ പിന്നെ യോദ്ധാക്കളുടെ അഭ്യാസ പ്രകടനങ്ങളുടെ കുത്തൊഴുക്കാണ്. 1 മാസത്തോളം തങ്ങൾ പഠിച്ച അടിതടകളും ചുവടുകളും അവർ അവിടെ അവതരിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് കരകളിൽ നടക്കുന്ന കരകളി കഴിഞ്ഞതിന് ശേഷമാണ് യോദ്ധാക്കൾ തകിടിയിലേക്ക് ഇറങ്ങുന്നത്. കരക്കാർ ഹസ്തദാനം ചെയ്തതിന് ശേഷം ഇരുവിഭാഗങ്ങളും തിരമ്പി വന്ന് കളി തുടങ്ങും. 1.5-2 മണിക്കൂറോളം തകിടിയിൽ ഇങ്ങനെ ഈ കളി തുടരും. തെക്ക് കണ്ടത്തിൽ ഇറങ്ങിച്ചെന്ന് കളി കഴിഞ്ഞ് തിരിച്ച് കര പറഞ്ഞ് വടക്കേ തകിടിയിലെത്തുന്നു. അതിനുശേഷം ഒത്തവരമ്പിലെത്തി അവിടെയും കളിച്ചു കഴിഞ്ഞ് കളി അവസാനിപ്പിക്കുന്നു. കളിക്കണ്ടത്തിന് മുകളിലായി വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പരുന്തുകളുടെ സാന്നിധ്യത്തിലാണ് കളി ആരംഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വടക്ക് ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ഈ അഭ്യാസങ്ങളിൽ പങ്കു ചേർന്നിരുന്നുവെന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് ഓച്ചിറക്കളിയോടനുബന്ധിച്ച് വ്യാപാര ചന്ത ഇവിടെ നിലനിന്നതായി പറയപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ദേശങ്ങളിൽ നിന്നും ഈ ആഘോഷം കാണാനായി എത്തുന്നത്. കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കളിക്കണ്ടത്തിൻ്റെ 4 കരകളിലായി ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കും. 100 കണക്കിന് വരുന്ന ഈ കളിക്കമ്പക്കാരുടെ മുന്നിലായിട്ടാണ് ഓച്ചിറക്കളി അവതരിപ്പിക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്യുക, നാടിനെ അറിയുക.